ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഖിലൻ. ഞാൻ ശീതൾ. അപ്പോൾ ഇന്ന് ഒരു പ്രധാന കാര്യം പറയാനാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതായത് HSST മലയാളം പരീക്ഷയെക്കുറിച്ച് അല്ലേ. അപ്പോൾ HSST മലയാളം പരീക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. വേറെ ഒന്നുമല്ല, ഈ കഴിഞ്ഞ ആഴ്ച 8-ാം തീയതി HSST മലയാളത്തിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന HSST വിജ്ഞാപനം അത് എന്നായിരിക്കും, എങ്ങനെയായിരിക്കും പഠിക്കണം എന്നതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ കുട്ടികൾക്കുണ്ടാവും. ഉടനെ തന്നെ എന്തായാലും HSST മലയാളം നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. കാരണം ഒരുപാട് വിരമിക്കൽ പരമായിട്ടുള്ള വേക്കൻസികളും അതോടൊപ്പം തന്നെ പുതിയ വേക്കൻസികളും കുട്ടികൾ ഒരുപാട് തന്നെ ഇപ്പോൾ സർക്കാർ സ്കൂളുകളിലേക്ക് കടന്നു വരുന്നുണ്ട്. കാരണം CBSE ICSE സിലബസുകളിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന മാർക്കിനേക്കാൾ കൂടുതൽ തന്നെ കുട്ടികൾക്ക് മാർക്ക് ഇപ്പോൾ ലഭിക്കുന്നത് സർക്കാർ സ്കൂളുകളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ വരുന്നത് കൊണ്ട് അതുപോലെ തന്നെ അധ്യാപകരും അത്യാവശ്യമായി വരും. അപ്പോൾ തന്നെ എല്ലാ സ്കൂളുകളിലും മലയാളം അധ്യാപകർ നിർബന്ധമായത് കൊണ്ട് തന്നെ എന്തായാലും ഉണ്ടായേ പറ്റൂ. കാരണം മലയാളം ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എല്ലാ സ്കൂളുകളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ മലയാളം അധ്യാപന രംഗത്തേക്ക് നിരവധി അവസരങ്ങളുമായിട്ട് തന്നെയായിരിക്കും ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ വരിക. തീർച്ചയായിട്ടും. അപ്പോൾ അതോടൊപ്പം തന്നെ വേറൊരു കാര്യമുണ്ട് മിസ്സേ, ഈ സെറ്റ് എക്സാം ഈ ജൂലൈ 23 വരെയാണ്. അപ്പോൾ സെറ്റ് എക്സാം മലയാളം ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾ കൂടി ഇപ്പോൾ നിലവിലുള്ള കുട്ടികളുമായിട്ട് മത്സരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് മാത്രമല്ല, സെറ്റ് ഈ തവണ തന്നെ ക്ലിയർ ചെയ്യുക എന്നത് നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ HSST അപ്ലൈ ചെയ്യണമെങ്കിൽ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതെ, അപ്പൊ അത് തന്നെ വലിയൊരു കോമ്പറ്റീഷൻ മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് അത് എല്ലാവരും തിരിച്ചറിയാനുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒരു ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു, 6000 വേക്കൻസി അധ്യാപന മേഖലയിൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയിൽ അധ്യാപകരാകുന്ന പറയുമ്പോൾ അതിന്റെ സ്കെയിലും നോക്കണം. അതിന്റെ ഒരു ഡ്രീം ജോബ് ഏതാണ്ട് 63,000-ഓളം ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് നമ്മളെ മോഹിപ്പിക്കുന്ന ഒരു സ്കെയിലാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹം കൂടി എല്ലാവരിലും ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും എക്സാം വരുമെന്ന് പ്രതീക്ഷയോട് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ HSST മലയാളം പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കേണ്ട ഒരു സമയമാണ്. കാരണം അതിന്റെ വിജ്ഞാപനം എന്തായാലും വരും. കാരണം ഈ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചു, അതോടൊപ്പം തന്നെ ഒരുപാട് കാലത്തേക്ക് നീട്ടി വെക്കുകയൊന്നുമില്ല. കാരണം വരുന്ന അക്കാഡമിക് ഇയറിൽ മിസ് പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ വീണ്ടും കൂടും അല്ലെ. തീർച്ചയായിട്ടും മറ്റ് സിലബസിൽ നിന്ന് എന്തായാലും കൂടും. പക്ഷെ അവിടെ ഓപ്ഷൻ സബ്ജക്റ്റ് ആണെന്ന് വെച്ചിട്ട് അവിടെ വേക്കൻസി ഉണ്ടാവില്ലെന്ന് ആരും വിചാരിക്കരുത്. മലയാളം എന്തായാലും പഠിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ വേക്കൻസി അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ HSST മലയാളത്തിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഏറ്റവും കൂടുതലാണ് നമ്മുടെ സർക്കാർ സ്കൂളുകളിലേക്കൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് മലയാളം ആയിരിക്കും കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്യുന്നത്. കാരണം മറ്റ് ഹിന്ദി ഉള്ള സബ്ജക്റ്റിലേക്ക് എത്തുന്നതിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് കുറച്ചുകൂടി മാതൃഭാഷ എന്ന നിലയിൽ അവരതായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അവിടെ അധ്യാപകരുടെ ഒരു വേക്കൻസി അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവുകയാണ് അല്ലെ മിസ്സേ? അപ്പൊ അതുകൊണ്ട് തന്നെ മലയാള അധ്യാപന രംഗത്ത് നിരവധി അവസരങ്ങളാണ് നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയും അല്ലെങ്കിൽ അത് നേടിയെടുക്കുകയും ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നത്. പക്ഷെ ഇതിൽ ചിലരെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാൻ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ അത് ഒട്ടും ശരിയല്ല. കാരണം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് ലഭിക്കില്ല. അതിനു മുൻപ് തന്നെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളിലൂടെ കൃത്യമായ രീതിയിൽ വേണ്ടത് ഏതാണ് വേണ്ടാത്തത് ഏതാണ് എന്ന് മനസ്സിലാക്കി. കാരണം മലയാളം എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചർ സംബന്ധമായ ഒരു പാരാവാരം പോലെ കിടക്കുകയാണ്. അതിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഏതെല്ലാം ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരും എന്ന് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും ഒരു ഗൈഡൻസ് ആവശ്യമാണ്. അത് മികച്ച അധ്യാപകരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കണം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ HSST മലയാളത്തെ കുറിച്ച് വേറൊരു സംശയമുണ്ട്. സിലബസിനെ കുറിച്ചൊരു സംശയം വരുന്നുണ്ട്. കാരണം HSST ഇംഗ്ലീഷ്, കൊമേഴ്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ സിലബസ് അടപടലം തന്നെ മാറിക്കഴിഞ്ഞു. അപ്പോൾ മലയാളം സിലബസ് കൂടി മാറുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാകും. തീർച്ചയായിട്ടും മലയാളം സിലബസിൽ മാറ്റങ്ങൾ ഉണ്ടാകും, പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ആ സിലബസ് അനുസരിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ വേണ്ടത്. ഇപ്പോൾ മിസ് പറഞ്ഞ പോലെ മലയാളം ഇങ്ങനെ കിടക്കുകയാണ്. നമുക്ക് ഭാഷാശാസ്ത്രം, അതുപോലെ സാഹിത്യ സിദ്ധാന്തം, കവികള്, നവോത്ഥാനം ഇങ്ങനെ കിടക്കുകയാണ് ഒരുപാടായിട്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് വേണ്ടത്, അതായത് HSST പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് വേണ്ടത് എന്നത് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അവിടെ ഒരു ഗൈഡൻസ് എന്തായാലും വേണം. അത് ടീം CC-യിൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതെ അതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. എന്നാലും നമ്മുടെ റിസൾട്ട് HSC മലയാളത്തിന്റെ റിസൾട്ട് ഒക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇടുക്കിയിൽ 30 വിദ്യാർത്ഥികൾ, 30 ഉദ്യോഗാർത്ഥികളാണ് റാങ്ക് ലിസ്റ്റിൽ ചേർന്നിരിക്കുന്നത്. അതിൽ 10% നമ്മുടെ CC-യിലെ കുട്ടികളാണ്. 4th റാങ്ക് നേടിയിരിക്കുന്ന CC-യിലെ കുട്ടികളാണ്. അതുപോലെ കൊല്ലം ആയാലും എറണാകുളം ആയാലും മറ്റു കോട്ടയം ജില്ലയായാലും HSC മലയാളത്തിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ CC-യുടെ കുട്ടികളാണ് കൂടുതൽ റാങ്കിന് ഉടമകളായിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ അത് തന്നെ വലിയൊരു സന്തോഷവും അഭിമാനത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ഗൈഡൻസ് കിട്ടേണ്ടത്, നല്ല രീതിയിൽ തന്നെ ഒരു
നല്ല പരിശീലന സ്ഥാപനം തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ എവിടെയാണ് നിങ്ങൾ പോകേണ്ടത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. മാത്രമല്ല HST മലയാളം വേക്കൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി 6000 വേക്കൻസി എന്ന് പറഞ്ഞിരുന്നു. അധ്യാപന മേഖലയിൽ 6000 വേക്കൻസി. അതിലൊരു നല്ലൊരു ശതമാനം എവിടെ വരും? HST മലയാളത്തിന്റെ വേക്കൻസി തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അത് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഒരു ക്രൂഷ്യൽ ടൈം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച്. മിസ് നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് മലയാളം എക്സാം പാസ്സാകുന്ന കുട്ടികൾ ഈ ജൂലൈ 21-നാണ് എക്സാം വരുന്നത് സെറ്റിന്റെ. അപ്പോൾ അവർ പാസ്സായി വരുമ്പോൾ അവിടെ എന്താണ് കൂടുതൽ കുട്ടികളും കൂടി വരികയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, സെറ്റ് ഈ വർഷം തന്നെ ഈ വരുന്ന സമയത്ത് തന്നെ ഈ വരുന്ന എക്സാം ജൂലൈ 23-ന് നടക്കുന്ന എക്സാമിന് തന്നെ ക്വാളിഫൈ ചെയ്യുക എന്നതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. HSST അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത്തവണ തന്നെ ഇത് ലാസ്റ്റ് ചാൻസ് ആണ് സെറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അതിന്റെ ക്ലാസ്സുകൾ നമ്മുടെ CC-യിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഒരു 2 മണിക്കൂർ വെച്ച് 10 ദിവസത്തെ 20 അവേഴ്സ് ക്ലാസ്സുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. HSST മലയാളം പരീക്ഷ എന്തായാലും വരും. വിജ്ഞാപനം ഉടനെ തന്നെ ഈ വർഷം തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠനം വിജ്ഞാപനം വന്നിട്ട് തുടങ്ങാനിരിക്കരുത്, ഇപ്പോഴേ തുടങ്ങുക. അതിന് നിങ്ങൾക്ക് പരമാവധി സപ്പോർട്ട് നിങ്ങളുടെ ടീം CC കൂടുതലുണ്ടാവും. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് വിളിച്ച് അതിന്റെ കാര്യങ്ങൾ അറിയാവുന്നതാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.